ജീസസ് ദ ഡിവൈൻ ഹീലർ എന്ന പ്രോഗ്രാമിലേക്ക് ഷാലോം ടെലിവിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കുഴഞ്ഞു വീണ് മരിക്കുക എന്നത് നാം സാധാരണയായി ഇന്ന് പത്രങ്ങളിലും മറ്റും വായിക്കുന്ന ഒന്നാണ്. പലരും പ്രസ് ക്ലബിൽ പ്രസ് കോൺഫറൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നവർ, റോഡരികിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ പെട്ടെന്ന് മോഹാത്സ്യപ്പെട്ട് വീഴുന്നവർ, പലരും മരിക്കുന്നില്ല, മോഹാത്സ്യപ്പെട്ട് വീഴുന്നു, കുറച്ചു നേരം കഴിയുമ്പോൾ ബോധം തെളിയുന്നു ആശുപത്രിയിൽ വെച്ച്. അങ്ങനെ ഓരോ തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തികച്ചും അപ്രതീക്ഷിതമായി സന്തുലിതാവസ്ഥ തെറ്റി അടിപതറുന്ന വ്യക്തികളുടെ കഥകൾ നാം സാധാരണ കേൾക്കാറുള്ളതാണ്. കുഴഞ്ഞു വീണ് മരിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമായി മാറിക്കഴിഞ്ഞു. അതിന് പിന്നിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുഴഞ്ഞു വീഴുന്നവർ മരിക്കാറുണ്ട്. ആവശ്യമായ ചികിത്സകൾ ലഭിക്കുമ്പോൾ അവർ വീണ്ടും ജീവൻ പുനർജീവിച്ച് സാധാരണ നിലയിലേക്ക് വരാറുണ്ട്. ചിലർ കുറച്ചു നേരത്തേക്ക്, സെക്കൻഡുകളിലേക്കോ മിനിറ്റുകളിലേക്കോ മാത്രം അവരുടെ ബോധാവസ്ഥ നഷ്ടപ്പെട്ട് അബോധാവസ്ഥയിൽ അകപ്പെട്ട് കുറച്ചു നേരങ്ങൾക്ക് ശേഷം വീണ്ടും സുബോധത്തിലേക്ക് വരുന്ന സാഹചര്യങ്ങൾ. അപ്പോൾ കുഴഞ്ഞു വീഴുക എന്നുള്ളത് വലിയൊരു സങ്കീർണമായ പ്രതിഭാസമാണെന്ന് ഓർക്കണം. മസ്തിഷ്കത്തിലേക്ക് ഏതാനും സെക്കൻഡുകളോളം രക്തസഞ്ചാരം നിലയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബാലൻസ് തെറ്റുകയാണ്, നാം അടിപതറി വീഴുകയാണെന്ന് ഓർക്കണം. മസ്തിഷ്കത്തിലേക്ക് സദാസമയവും രക്തം കൃത്യ അളവിൽ ഒഴുകിക്കൊണ്ടിരിക്കണം. ഇത് നടത്തുന്നത് ഹൃദയത്തിൻ്റെ നിർവിഘ്നമായ സങ്കോച വികാസ പ്രക്രിയയാണെന്ന് ഓർക്കണം. അപ്പം മനുഷ്യൻ്റെ സന്തുലിതാവസ്ഥ, ബാലൻസ് നിയന്ത്രിക്കുന്നത് മസ്തിഷ്കത്തിലെ ചില ഭാഗങ്ങളാണെന്ന് ഓർക്കണം. മസ്തിഷ്കത്തിൻ്റെ സ്റ്റെമ്മിലുള്ള ചില ഭാഗങ്ങൾ നമ്മുടെ ബാലൻസ് തെറ്റാതെ നോക്കുകയാണ്. അങ്ങോട്ടുള്ള രക്തസഞ്ചാരം കുറയുമ്പോഴാണ്, സെക്കൻഡുകളോളം കുറയുമ്പോൾ നാം അടിപതറി വീഴുകയാണ്. പലപ്പോഴും ബോധം നശിക്കുന്നു, പലപ്പോഴും അത് മാരകമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. പലപ്പോഴും പ്രശ്നങ്ങൾ കൂടാതെ ആശുപത്രിയിൽ ചെന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ സുബോധം തിരിച്ചു കിട്ടുന്നു. എന്തൊക്കെയാണ് പ്രധാനമായിട്ട് മോഹാലസ്യപ്പെട്ട് വീഴുന്നതിന് പിന്നിലെ കാരണങ്ങൾ? പ്രധാനമായിട്ട് മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങൾ നാം കേൾക്കാറുണ്ട്. സ്ട്രോക്ക്, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ കൈകാലുകൾ, കൈയുടെ ഒരു വശം കൈ, ഒരു വശത്തെ കൈ, കാല്, നാക്ക്, നമ്മുടെ ചുണ്ട്, കോടി, സ്ലറിങ് ഓഫ് സ്പീച്ച് ഒക്കെ ആയിട്ട് പെട്ടെന്ന് ഒരു സ്ട്രോക്ക് ഉണ്ടായി. ആ സ്ട്രോക്കോടുകൂടി ബോധം നഷ്ടപ്പെട്ട് വീണ് ആശുപത്രിയിൽ ചെന്ന് ആജീവനാന്തകാലം ആ പകുതി പക്ഷാഘാതത്തോടു കൂടി ജീവിക്കേണ്ട അവസ്ഥ. മിനി സ്ട്രോക്ക് ഉണ്ടാകാറുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ ഈ കൈയുടെയോ വീക്ക്നെസ്, അത് അല്ലെങ്കിൽ ചുണ്ട് കോടുന്നത് ഒക്കെ തിരിച്ചു വരാറുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് രക്തസഞ്ചാരം കുറയുമ്പോൾ ഉണ്ടാകുന്ന പരിവർത്തനങ്ങൾ. ഇനി മസ്തിഷ്ക സംബന്ധമല്ലാതെ മറ്റ് ഓരോ തരത്തിലുള്ള മറ്റ് നമ്മുടെ മദ്യപാനത്തിൻ്റെ ആധിക്യം മൂലം നമ്മുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ മൂലം അബോധാവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യമുണ്ട്. അതുകൂടാതെ ഷുഗർ കുറയുമ്പോൾ, ഡയബറ്റീസ്, പ്രത്യേകിച്ച് പ്രമേഹമുള്ള രോഗികൾക്ക് പഞ്ചസാര കുറയുമ്പോൾ ഹൈപ്പോഗ്ലൈസേമിയ എന്ന് വൈദ്യഭാഷയിൽ പറയും. പെട്ടെന്ന് ബോധം നശിച്ച് വിയർപ്പോടുകൂടി, പരവേശത്തോടുകൂടി, വിറയലോടുകൂടി ചിലപ്പം ബോധം കെട്ട് അബോധാവസ്ഥയിൽ മരണപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ കിടക്കാറുണ്ട്. പെട്ടെന്ന് കൃത്യം ഗ്ലൂക്കോസ് കുത്തിവെക്കുകയാണെങ്കിൽ അത്ഭുതകരമായിട്ട് അവർ സജീവമായിട്ട് വരുന്നതായിട്ട് കാണാം. അതുപോലെ ഓരോ മരുന്നുകളുടെ ദുർവിനിയോഗം മൂലം ഒക്കെ, ഓരോ ഡ്രഗ്സിൻ്റെ ദുർവിനിയോഗം മൂലമൊക്കെ ബോധം നഷ്ടപ്പെട്ട് നാം വീഴാറുണ്ട്, അബോധാവസ്ഥയിലേക്ക് പോകാറുണ്ട്. അതുകൂടാതെ കർണസംബന്ധമായ രോഗങ്ങൾ, അതായത് നമ്മുടെ ചെവിയിലെ പ്രത്യേക അവയവങ്ങളിൽ ഉണ്ടാകുന്ന പാളിച്ചകൾ മുഖാന്തരമൊക്കെ നമ്മുടെ ബാലൻസ് തെറ്റാറുണ്ട്. ENT ഡോക്ടറുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോൾ അവർ സവിശേഷ രീതിയിലുള്ള പരിശോധനകളും ചികിത്സകളുമൊക്കെ നടത്തി നമ്മോട് പറയും കർണസംബന്ധമായ രോഗമാണ്, അതിനുള്ള മെനിയേഴ്സ് ഡിസീസ് എന്നൊക്കെ പറയും. അതിന് വെസ്റ്റിബുലർ പ്രോബ്ലംസ്, ഇതിനൊക്കെയുള്ള മരുന്നുകൾ തരാറുണ്ട്. ഇതിലേറ്റവും അപകടകാരിയായിട്ടുള്ളത് ഹൃദ്രോഗ സംബന്ധമായ
മോഹാലസ്യത്തിലേക്ക്, കൊഴിഞ്ഞുവീഴിലേക്ക് നയിക്കുന്ന ഹൃദ്രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ തന്നെ. ഹൃദയത്തിലെ നാനാവിധത്തിലുള്ള ഘടനാപരമായ വ്യതിയാനങ്ങൾ, ഓരോ തരത്തിൽ നാം സ്ട്രെസ്സിന് അടിമപ്പെടുമ്പോൾ അത് ഹൃദയപ്രവർത്തനത്തിന് പ്രശ്നങ്ങളുണ്ടാക്കി നാം കൊഴിഞ്ഞു വീഴാറുണ്ട്. ഹൃദയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഹാർട്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ട് ഹൃദയത്തിൻ്റെ സങ്കോചനക്ഷമതയിലുണ്ടാകുന്ന പാളിച്ചകൾ, അറിത്മിയാസ്, ഹൃദയത്തിൻ്റെ വളരെ വേഗത കൂടിയും അകൃത്യവുമായി സ്പന്ദിക്കുന്ന ഹൃദയവേഗത അനിയന്ത്രിതമാകുമ്പോൾ ആ ഹൃദയത്തിൻ്റെ മിടിപ്പിൻ്റെ അനിയന്ത്രിതമായ വേഗത മൂലം മസ്തിഷ്കത്തിലേക്ക് കൃത്യമായി രക്തം എത്തിച്ചേരാതെ ആ ഏതാനും സെക്കൻഡുകൾക്കകം നാം ബാലൻസ് തെറ്റി അടിപതറി വീഴുകയാണ്. അപ്പോൾ അറിത്മിയാസ്, കൃത്യമല്ലാത്ത ഹൃദയസ്പന്ദന വേഗതയിലെ വൈകല്യങ്ങൾ മൂലം, ഹൃദയവാൽവുകൾ ചുരുങ്ങുന്നത് മൂലം, പ്രത്യേകിച്ച് മഹാധമനിയുടെ ചുവട്ടിലുള്ള അയോട്ടിക് വാൽവിൻ്റെയൊക്കെ ചുവട്ടിലുള്ള അയോട്ടയുടെ ചുവട്ടിലുള്ള അയോട്ടിക് വാൽവ് ചുരുങ്ങി വാതപ്പനി മുഖാന്തരമോ അല്ലാതെയൊക്കെ ചുരുങ്ങുമ്പോൾ കൃത്യമായി രക്തം പമ്പ് ചെയ്യപ്പെടാതെ നാം ആ ഒരു അയോട്ടിക് വാൽവിന് ചുരുക്കമുണ്ടായ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ഗോവണി സ്പീഡിൽ കയറാനായി വേഗത്തിൽ പോകുമ്പോൾ ആ ശാരീരിക ആവശ്യത്തിന് അനിവാര്യമായ രക്തം എത്തിച്ചേരാതെ മസ്തിഷ്കത്തിലേക്ക് എത്തിച്ചേരാതെ വരുമ്പോൾ പെട്ടെന്ന് മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. അതുപോലെ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഹൃദയസ്പന്ദന ശേഷിയിലുള്ള വൈകല്യങ്ങൾ നിമിത്തം കൊഴിഞ്ഞു വീഴാറുണ്ട്. അപ്പോൾ ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾക്ക് തീർത്തും അപകടകാരികളായ ഒന്ന് തന്നെ. ഒരുപക്ഷെ പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടായേക്കാവുന്ന സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ മുന്നോടിയായിട്ട് ഇത്തരം കൊഴിഞ്ഞു വീഴലുകളെ പരിഗണിക്കപ്പെടുന്ന വൈദ്യശാസ്ത്ര ഇപ്പോൾ അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഒരു സഡൻ കാർഡിയാക് ഡെത്തിൻ്റെ മുന്നോടിയായിട്ട് ഒരുപക്ഷെ ഒരു വയോധികനുണ്ടാകുന്ന ഒരു കൊഴിഞ്ഞു വീഴൽ, ഇതൊക്കെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെ. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സാധാരണ ചെറുപ്പക്കാരിൽ കാണുന്ന ഫെയിൻറ്റിങ് എന്നൊക്കെ പറയുന്ന ന്യൂറലി മീഡിയേറ്റഡ് ഹൈപ്പോടെൻഷൻ, ന്യൂറലി മീഡിയേറ്റഡ് സിങ്കോപ്പ് എന്ന് പറയും. ഇതിന് പ്രത്യേകിച്ച് ഘടനാപരമായ വ്യതിയാനങ്ങളൊന്നും കാണില്ല. ഹൃദയത്തിൻ്റെ സങ്കോചന ശേഷിയും ഹൃദയത്തിൻ്റെ വാൽവുകളും മറ്റ് ഓരോ തരത്തിലുള്ള കണ്ടക്ഷൻ സിസ്റ്റം ഇതെല്ലാം അങ്ങേയറ്റം നോർമലായിരിക്കും. കർണ സംബന്ധമായ രോഗങ്ങളുണ്ടാവില്ല, മസ്തിഷ്ക സംബന്ധമായ രോഗങ്ങളുണ്ടാവില്ല, മരുന്നുകൾക്കൊന്നും അടിമപ്പെട്ടിട്ടുള്ള വ്യക്തി അല്ലായിരിക്കാം. പക്ഷേ ഓരോ തരത്തിലുള്ള മനസ്സിനെ മഥിക്കുന്ന സ്ട്രെസ് സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ, അനിഷ്ടകരമായ എന്തെങ്കിലും കേൾക്കുമ്പോൾ, ഏറ്റവും ബന്ധപ്പെട്ട ആരെങ്കിലും അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒക്കെ പെട്ടെന്ന് മരണപ്പെടുമ്പോൾ, ഉദ്യോഗ കയറ്റങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓഫീസുകളിലെ പ്രശ്നങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അനിഷ്ടകരമായി ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് അത് മനസ്സിനെ അങ്ങേയറ്റം മഥിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ സ്ട്രെസ് ഹോർമോണുകളും കാര്യങ്ങളുമൊക്കെ കൂടി അതിനെ പ്രത്യേക തരത്തിലുള്ള വേഗൽ നാഡി എന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നാഡി നമ്മുടെ ശരീരത്തിലുണ്ട്. ആ വേഗൽ നാഡിയുടെ പ്രവർത്തന രീതി അത് ഹൃദയത്തിൻ്റെ സങ്കോചന വേഗതയെ ക്രമീകരിക്കുന്ന ഒരു നാഡിയാണ് വേഗൽ നാഡി. ആ വേഗൽ നാഡിയുടെ പ്രവർത്തനം കൂടുമ്പോൾ, സജീവമാകുമ്പോൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ ഹൃദയത്തിൽ സന്നിവേശിക്കപ്പെട്ട് ആ ഹൃദയത്തിനെ തളർത്തുകയാണ്. ഹൃദയത്തിൻ്റെ വേഗത പെട്ടെന്ന് കുറയുന്നു, സങ്കോചനക്ഷമത കുറയുന്നു. പെട്ടെന്ന് നൂറിലൊക്കെ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയത്തിലേക്ക് വേഗസ്നാഡി പ്രത്യേകിച്ച് സജീവമാകുമ്പോൾ അത് 50 40 ആടി പെട്ടെന്ന് പ്രഷർ കുറഞ്ഞ് നാം തളർന്ന് വീഴാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രെസ് കണ്ടീഷൻസിൽ ഓരോ തരത്തിൽ അനിഷ്ടകരമായ ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ, ന്യൂസുകളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ ഈ വേഗസ് നാഡി ഉദ്ദീപിപ്പിക്കപ്പെട്ട് അതിൻ്റെ ഫലമായിട്ട് ഹൃദയസ്പന്ദന വേഗത പെട്ടെന്ന് കുറഞ്ഞ് പ്രഷർ കുറഞ്ഞ് നാം പെട്ടെന്ന് നിലംപതിക്കുകയാണ് ഉണ്ടാകുന്നത്. പ്രഷർ കുറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തസഞ്ചാരം പെട്ടെന്ന് കുറയുമ്പോൾ നാം ഏതാനും സെക്കൻഡുകൾക്കകം നിലം പതിക്കുന്നു എന്നോർക്കണം. ഈ ഒരു പ്രതിഭാസത്തെ ന്യൂറലി മീഡിയേറ്റഡ് ഹൈപ്പോടെൻഷൻ, ഈ ഒരു വേഗസ്നാഡിയുടെ ഉദ്ദീപനം മുഖാന്തരമുള്ള ഈ കൊഴിഞ്ഞുവീഴലിനെ വേസോ വേഗൽ അറ്റാക്ക് എന്ന് പറയാറുണ്ട്. സാധാരണ കാണാറുള്ളതാണ്. പെട്ടെന്ന് വയറ്റിലൊരു വേദന ഉണ്ടാകുക, ഒട്ടും സഹിക്കവയ്യാത്തൊരു വേദന ഉണ്ടാകുമ്പോൾ അനിയന്ത്രിതമായിട്ട് വേഗസ്നാഡി ഉദ്ദീപിപ്പിക്കപ്പെട്ട് ഹൃദയസ്പന്ദന വേഗത കുറച്ച്, പ്രഷർ കുറച്ച് പെട്ടെന്നൊരു വേസോവേഗൽ അറ്റാക്കുണ്ടായി, ബ്ലാക്ക് ഔട്ട് ഉണ്ടായി, നാം വീഴുന്നു. ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ അബോധാവസ്ഥ കഴിഞ്ഞ് നമുക്ക് സുബോധാവസ്ഥയിലേക്ക് നാം വരികയും നാം വീണ്ടും എന്തു പറ്റിയെന്നറിയാതെ നമ്മൾ പെട്ടെന്ന് ചാടിയേക്കാറുണ്ട്. ഇത് വലിയൊരു സാധാരണ നാം സ്കൂളുകളിൽ ഒക്കെ കുട്ടികൾ ഈ പറയുന്നത് പോലെ വളരെ നേരം രാവിലെ ഉള്ള ആ ഒരു
പരേഡിനൊക്കെ നിൽക്കുമ്പോൾ, വെയിലത്ത് നിൽക്കേണ്ടി വരുമ്പോൾ, ഭക്ഷണം കഴിക്കാതെയൊക്കെ നിൽക്കേണ്ടി വരുമ്പോൾ ആ ഒരു സ്ട്രെസ്സ്, അങ്ങനെ ഓരോ തരത്തെ സാഹചര്യത്തിൽ അത്ര അപകടകാരിയല്ലാത്ത ഒരു പ്രതിഭാസമാണെന്ന് നോക്കണം. പക്ഷേ നാം വീഴുന്നത് ഒരുപക്ഷെ അപകടകരമായ ഒരു സ്ഥലത്തേക്കാണെങ്കിൽ, നമ്മൾ തലയടിച്ച് ഒരു ഇരുമ്പ് കഷ്ണത്തിലേക്കോ മറ്റെവിടെ കരിങ്കല്ല് കഷ്ണത്തിലേക്കോ ഒക്കെ വീഴുകയാണെങ്കിൽ അത് അപകടമുണ്ടാകുന്നു എന്നതിലുപരിയായിട്ട് ഈ ഒരു കാര്യം അതിൽ തന്നെ അത്ര അപകടകരമല്ല എന്നോർക്കണം. കാര്യം നമുക്കതിനുള്ള കാരണത്തെ, എന്ത് കാരണമാണ് അതിന് നമ്മളെ ഉദ്ദീപിപ്പിക്കുന്ന, അതിനെ നാം ചികിത്സിച്ച് അത് വളരെ ക്രിയാത്മകമായിട്ട് കൈകാര്യം ചെയ്യുവാൻ നോക്കുക. ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്ങിൽ റാങ്കോടെ പാസ്സായ ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ പയസ് കാക്കനാടുള്ള ഒരു വലിയ കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. വളരെ മിടുക്കനായ ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരൻ. എല്ലാം നന്നായി പോകുന്നു. മിടുക്കനായി പഠിച്ച് ക്യാമ്പസ് സെലക്ഷനിലാണ് ജോലി കിട്ടിയത്. ഭീമമായ ഒരു തുകയാണ് എല്ലാ മാസവും ശമ്പളം കിട്ടുന്നത്. ഏതാണ്ട് 1,00,000 രൂപ മാസം കിട്ടുകയാണ് ചെറുപ്പക്കാരനായ ഒരു യുവാവിന്. വളരെ സന്തോഷത്തോടെ പൈസ ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ്. ഏതാണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഓരോ പ്രാവശ്യവും അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് പൈസ തല കറങ്ങി, കുഴഞ്ഞ് മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. പലപ്പോഴും ഇത് ശമ്പളമൊക്കെ വാങ്ങിക്കുന്ന ദിവസങ്ങളിലാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീഴുക, ആ വീഴലോടെ എന്തെങ്കിലുമൊക്കെ പരിക്കുകളുമായി മരുന്നുകളൊക്കെ വെച്ച് നടക്കുക, ഇത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. ഒരു ദിവസം 1-ാം തീയതി മാസത്തിൻ്റെ ആദ്യം ശമ്പളമൊക്കെ വാങ്ങിച്ച്, ഈ ഭീമമായ തുകയൊക്കെ വാങ്ങിച്ച്, ശമ്പളം വാങ്ങിച്ച് സന്തോഷത്തോടെ കൂട്ടുകാരുമൊത്ത് പടിയിറങ്ങി വരുമ്പോൾ പെട്ടെന്ന് പൈസ കുഴഞ്ഞു വീണു. കോണിയിലായിരുന്നു. കൂട്ടുകാരൻ കടന്ന് പിടിച്ചതുകൊണ്ട് താഴത്തേക്ക് വീണില്ല. വലിയൊരു അപകടം ഒഴിവായി. നല്ല പരിക്കുകളോടെ പടിയിൽ വീണ പൈസന് നല്ല പരിക്കുകളോടെ അടുത്ത ആശുപത്രിയിൽ എത്തിച്ചു. അമ്മ പെട്ടെന്ന് ഓടി വന്നു. അപ്പം അച്ഛൻ മരിച്ചു പോയിരുന്നു. അമ്മ ഓടി വന്നു. ആശുപത്രിയിൽ കിടക്കുന്ന, തലകറങ്ങി വീണ് കിടക്കുന്ന പയസ്. അവർ ECG, എക്സ്റേ പരിശോധനകളെല്ലാം നടത്തി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തല കുഴഞ്ഞ് വീഴുന്നു, അബോധാവസ്ഥയിൽ വീഴുന്നു, ബ്ലാക്ക് ഔട്ട്സ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുന്നു, പെട്ടെന്ന് വീഴുന്നു, പെട്ടെന്ന് വീണ്ടും ആ ബോധം ശരിയായി ഏൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആ ചെറുപ്പക്കാരനെ ടെസ്റ്റുകളെല്ലാം നടത്തി. അതിൻ്റെ ഫലമായിട്ട് അവർ വേസോവേഗൽ അറ്റാക്ക് എന്ന ഒരു ഡയഗ്നോസിസ് ഇട്ടു. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് കുഴഞ്ഞു വീഴുന്ന രോഗമുള്ള പയസിന് പേസ് മേക്കർ ഘടിപ്പിക്കണം എന്ന തീരുമാനവും ആ ആശുപത്രിയിലുണ്ടായി. എന്താണ് പേസ് മേക്കർ? അതായത് നാം എന്തെങ്കിലും കാരണത്താൽ നമ്മളുടെ ഹൃദയസ്പന്ദന വേഗത കുറഞ്ഞ് മസ്തിഷ്കത്തിലേക്കും മറ്റ് ജീവപ്രധാനമായ അവയവങ്ങളിലേക്കുമുള്ള രക്തസഞ്ചാരം സുഗമമായി നടത്തുന്നതിന് അനിവാര്യമായ പ്രവർത്തനം ഹൃദയം നടത്താതെ വരുന്ന വേഗതയിലേക്ക് കുറയുമ്പോൾ, ആ കുറയുന്ന നെഞ്ചിടിപ്പിനെ, ഇടിക്കുന്ന വേഗതയെ കൃത്രിമമായി ഉദ്ദീപിപ്പിച്ച് ആ വീഴ്ചയിൽ നിന്ന് പരിരക്ഷിക്കുവാനുള്ളൊരു യന്ത്രമാണ് പേസ് മേക്കർ. പേസ് മേക്കർ ഒരു വളരെ ചെറുതായ വിലപിടിപ്പുള്ള ഈ ബാറ്ററി കൊണ്ട് ഓടുന്ന ഈ ഡിവൈസ് ശരീരത്തിൽ വെച്ചുപിടിപ്പിച്ചാൽ കൃത്യസമയത്തിൽ വൈദ്യുതി തരംഗങ്ങൾ ഹൃദയത്തിലേക്ക് ഇലക്ട്രോഡുകൾ വഴി വിട്ട് ഹൃദയത്തെ കൃത്യവുമായി ഉദ്ദീപിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എപ്പോഴൊക്കെ ഈ തലകറക്കം ഉണ്ടാകുമ്പോൾ അത് ഹൃദയത്തിൻ്റെ സങ്കോചന ക്ഷമതയിൽ ഉണ്ടാകുന്ന അപര്യാപ്തത മൂലമാണെന്ന് തെളിഞ്ഞാൽ, അതായത് ഏതാണ്ടൊരു 70 പ്രാവശ്യമൊക്കെ ഒരു മിനിറ്റിൽ ഹൃദയം മിടിക്കുന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഇടിപ്പിൻ്റെ വേഗത 30-ലേക്കോ 40-ലേക്കോ ഒക്കെ കുറയുന്ന അവസ്ഥയിൽ ഈ ഒരു മോഹാലസ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായി പേസ് മേക്കറിനെ ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനത്തിലൂടെ ആ രോഗി മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ പേസ് മേക്കർ ഈ ചെറുപ്പക്കാരന് വെക്കണമെന്ന് ആശുപത്രിയിലെ ഡോക്ടർ നിഷ്കർഷിച്ചു.
വെറും 26 വയസ്സുള്ള വിവാഹം പോലും ചെയ്തിട്ടില്ലാത്ത ചെറുപ്പക്കാരൻ. അമ്മ വളരെ പ്രയാസപ്പെട്ടു. എപ്രകാരമാണ് ഇങ്ങനെ എൻ്റെ മകൻ ഇത്ര ചെറുപ്പത്തിലെ വിവാഹം പോലും ചെയ്തിട്ടില്ല, ഇത്ര ചെറുപ്പത്തിലെ ഒരു പേസ് മേക്കർ ഘടിപ്പിക്കുന്നത്? സാമ്പത്തിക പ്രശ്നമല്ല വാസ്തവത്തിൽ, പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക. മറ്റൊരു ആശുപത്രിയിൽ അമ്മ മകനെ കൊണ്ടുപോയി. ഇതേ തരത്തിലുള്ള പരിശോധനകളെല്ലാം വീണ്ടും വളരെ വിശദമായി ചെയ്തു. പേസ് മേക്കർ ഇടണം, ചെറുപ്പക്കാരനായതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള തരത്തിൽ ഉള്ള വേസോവേഗൽ അറ്റാക്ക് വളരെ അപകടകരമായി ഉണ്ടാകുന്നതുകൊണ്ട് ഈ ചെറുപ്പക്കാരന് ഒരു പേസ് മേക്കർ തന്നെ വേണം, അല്ലെങ്കിൽ വളരെ ഊർജ്ജസ്വലമായി ജോലി ചെയ്യുവാനൊന്നും ഒരിക്കലും സാധിച്ചെന്ന് വരില്ല. പുറത്തു പോകുന്നത് പോലെ അപകടകരമായിരിക്കുമെന്ന് അവർ വിധി എഴുതി. അവരൊരു ഡുവൽ ചേംബർ പേസ് മേക്കർ വേണമെന്ന്, കുറച്ചും കൂടി വലിയ ആശുപത്രിയാണ്, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. അവർ പറഞ്ഞു ഒരു ഡുവൽ ചേംബർ പേസ് മേക്കർ ഈ ചെറുപ്പക്കാരന് വേണം. ഡുവൽ ചേംബർ പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ സാധാരണ പേസ് മേക്കറിൻ്റെ ഇലക്ട്രോഡ് സ്ഥാപിക്കുന്നത് വലത്തെ കീഴറയുടെ അഗ്രത്തിലാണ്. അപ്പോൾ വലത്തെ കീഴറയെ മാത്രമാണ് ഉദ്ദീപിപ്പിച്ചുകൊണ്ടാണ് ഹൃദയ സങ്കോചന ക്ഷമതയെ കാര്യക്ഷമമാക്കുന്നത്. അതോടൊപ്പം വലത്തെ മേലറ കൂടി സിങ്ക്രണൈസ്ഡ് ആയിട്ട് സങ്കോചിക്കത്തക്ക രീതിയിൽ ഇതിൻ്റെ സമയങ്ങളൊക്കെ കൃത്യമാക്കിക്കൊണ്ട് ആ പേസ് മേക്കർ ഘടിപ്പിക്കുകയാണെങ്കിൽ കൂടുതലുമായിട്ട് ഊർജ്ജസ്വലമായിട്ട് നമ്മുടെ ജീവിത വ്യാപാരങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റും. അതുകൊണ്ട് ഒരു ഡുവൽ ചേംബർ പേസ് മേക്കർ തന്നെ ചെറുപ്പക്കാരന് വെക്കണം. ചിലവ് ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ വരും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ തീർച്ചയായിട്ടും സമ്മതിച്ചു, ചെയ്യാം, അതിനുള്ള സമ്മതിയൊക്കെ കൊടുത്തു. പക്ഷേ എന്നാലും അവരുടെ ഒരു ബന്ധു പറഞ്ഞതിൻ്റെ പ്രകാരം ലൂർദ് ആശുപത്രിയിൽ ഒരു ഒപ്പീനിയന് വേണ്ടി പയസിനെയും കൊണ്ട് അമ്മ വന്നു. ഞാൻ പയസിനെ പരിശോധിച്ചു. ആ 2 ആശുപത്രികളിൽ നടത്തിയ ഭീമമായ റെക്കോർഡുകളുടെ എണ്ണം ഞാൻ കണ്ട് ഞെട്ടിപ്പോയി. അതെല്ലാം ആവശ്യത്തിലും അനാവശ്യത്തിലുമൊക്കെ ചെയ്തിട്ടുള്ള ഒത്തിരി റിപ്പോർട്ടുകൾ ഞാൻ എല്ലാം ഓരോന്നായി വായിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരു പരിശോധനകളും ചെയ്യുന്നില്ല, കാര്യം എല്ലാ പരിശോധനകളും അവർ ചെയ്തു കഴിഞ്ഞു, ഇനി എൻ്റെ ഭാഗത്ത് ഒന്നും തന്നെ ചെയ്യാനില്ല. ഞാൻ റെക്കോർഡുകളിലൂടെ എല്ലാം പോയി പയസിന് അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഓരോ തരത്തിലുള്ള തലകറക്കങ്ങൾ വരികയാണ്. പലപ്പോഴും നിലത്ത് വീഴുന്നു, പരുക്കുകൾ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു പേസ് മേക്കർ ഇടുവാനുള്ള ഒരു കാരണം തന്നെ അതിന് ഒരിക്കലും എതിര് പറയാൻ പറ്റില്ല. ഞാൻ പയസിനെ വന്നപ്പോൾ മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. പലപ്പോഴും ഒരു അന്തർമുഖനായ ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. പലതും ആ മനുഷ്യൻ, ആ ഒരു ചെറുപ്പക്കാരൻ ഒളിച്ചു വെക്കുന്നത് പോലെ, പലതും ആ വ്യക്തിയെ വേദനിപ്പിക്കുന്നത് പോലെ, പ്രയാസപ്പെടുത്തുന്നത് പോലെ, മ്ലാനവതനായി, ഏകനായി, അന്തർമുഖനായി ഇരിക്കുന്ന പോലെ പലപ്പോഴും എനിക്ക് തോന്നി. ഒരു ദിവസം അമ്മയില്ലാത്ത അവസരം നോക്കി ഞാൻ പയസിനെ എൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തി. ഞാൻ പറഞ്ഞു, പയസെ, കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇടയ്ക്കിടയ്ക്ക് നെഞ്ചിടിപ്പ് വരുന്നുണ്ട്, ബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരനാണ് പയസ്, നല്ലൊരു ഓഫീസിൽ ജോലി ചെയ്യുന്നു, ധാരാളം പണം സമ്പാദിക്കുന്നു, ഇനിയും അമ്മയൊക്കെ നോക്കുവാനുള്ള ചുമതല പയസിനാണ്, എന്ത് പറ്റുന്നു എനിക്കറിയാം, എന്താണ് ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ വ്യക്തമായിട്ടൊന്ന് പറയാവോ? പയസ് അപ്പോഴാണ് പയസിൻ്റെ മനസ്സ് എൻ്റെ മുമ്പിൽ തുറന്നത്. പയസ് പറഞ്ഞു, ഡോക്ടറെ, എപ്പോഴും ഞാൻ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴാണ്, മാസത്തിൽ ഈ ഭീമമായ തുക ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴാണ് എനിക്ക് തലകറക്കം വരുന്നത്. എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പണവുമായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഇടപഴകുമ്പോഴാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തലകറക്കവും ഒരു പ്രയാസവും ഞാൻ പെട്ടെന്ന് അടിപതറി വീഴുന്നത്. അതിനുള്ള കാരണം അപ്പോഴെല്ലാം എൻ്റെ അപ്പൻ്റെ മുഖം എൻ്റെ മുമ്പിൽ വരികയാണ്. ഞാൻ പഠിക്കുമ്പോൾ മുതൽ പണക്കാര്യങ്ങളിൽ വളരെ കർക്കശക്കാരനായിരുന്ന എൻ്റെ അപ്പൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു കൃഷിക്കാരൻ. ഞാൻ മിടുക്കനായി പഠിക്കുന്നത് കൊണ്ട് എനിക്കൊരു പെങ്ങളുണ്ട്. പെങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, അനിയത്തി. പക്ഷേ ഞാൻ മിടുക്കനായിട്ട് പഠിക്കുന്നതുകൊണ്ട് എന്നെ ഹോസ്റ്റലിൽ നിർത്തിയാണ് അപ്പം പഠിപ്പിച്ചത്. ഒരു സമയവും വേറെ ഒന്നിനും എന്നെ ചെയ്യുവാൻ അനുവദിക്കാതെ പഠനത്തിൽ മാത്രം മിടുക്കനായി പഠിച്ച് നല്ലൊരാളാകാൻ വേണ്ടി അപ്പൻ, കൃഷിക്കാരനായ അപ്പൻ്റെ പോലെ കൃഷി ചെയ്ത് കഷ്ടപ്പെട്ട് ജീവിക്കേണ്ട എന്നുള്ള ഇതിൽ മിടുക്കനായിട്ട് പഠിക്കാൻ വേണ്ടി അപ്പന് കൃത്യമായിട്ട് കോളേജ് ഫീസും ഹോസ്റ്റൽ ഫീസും അയച്ചു തരും. എനിക്ക് മറ്റൊരു ചിലവിനും അപ്പം പണം അയച്ചു തരാനില്ല, അപ്പനില്ലായിരുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും അപ്പനായിട്ട് ആ കാര്യത്തിൽ വഴക്കുണ്ടാക്കുമായിരുന്നു. അപ്പനെ ഞാൻ സാവധാനം വെറുത്തു തുടങ്ങി. അപ്പന് മറ്റ് കൂട്ടുകാരുമായിട്ട് മറ്റ് ഹോട്ടലുകളിലോ സിനിമയ്ക്കോ ഒക്കെ പോകാനുള്ള പണം എനിക്കില്ലാവുന്നപ്പോൾ ഞാൻ എളിപ്പനായി പോകുമായിരുന്നു പലപ്പോഴും. ആ ഒരു വൈരാഗ്യത്തിൽ അപ്പനെ ഞാൻ എപ്പോഴും വെറുത്തിരുന്നു. എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ അപ്പനെ ഞാൻ പറിച്ചു കളഞ്ഞു. അപ്പം എപ്പോഴും സ്ഥിരമായി എനിക്ക് എഴുതാറുണ്ടായിരുന്നു. എൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഒരിക്കലും ഞാൻ മറുപടി കൊടുത്തില്ല. എപ്പോഴും അമ്മയോടാണ് എനിക്ക് സ്നേഹം. അമ്മയ്ക്ക് ഞാൻ എഴുതും,
അവധികളിൽ പോലും അപ്പനെ ഞാൻ അവഗണിക്കാൻ വേണ്ടി മറ്റ് വീടുകളിൽ പോയി താമസിച്ചു, അങ്കിളുമാരുടെയൊക്കെ വീടുകളിൽ. അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് ജോലി കിട്ടിയതും ഈ ശമ്പളം വന്നു തുടങ്ങിയതും. ആ സാഹചര്യത്തിലാണ് ശമ്പളം വന്നു തുടങ്ങി. അപ്പോഴും ഞാൻ ഈ ഓഫീസിൻ്റെ അടുത്തുള്ള ഒരു ലോഡ്ജിലേക്ക് താമസം മാറ്റി. അപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് പോവുകയൊന്നും ഇല്ലായിരുന്നു, ഗ്രാമപ്രദേശമായ വീട്. അങ്ങനെ ഇരിക്കെയാണ് അധികം പഠിപ്പൊന്നുമില്ലാത്ത എൻ്റെ അനിയത്തിക്ക് വിവാഹാലോചനകൾ വന്നത്. അപ്പം ഏറെ കഷ്ടപ്പെട്ടു ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ. കാര്യം കാണാൻ അത്ര സുന്ദരിയല്ലാത്ത, പഠിക്കാൻ മിടുക്കിയല്ലാത്ത അനിയത്തിക്ക് അപ്പനൊരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ വളരെ കഷ്ടപ്പെട്ടു. മാത്രമല്ല സ്ത്രീധനവും കൊടുക്കണം. ആ സ്ത്രീധനത്തിനുള്ള കാശ് ഇല്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ അപ്പൻ എന്നോട് ചോദിച്ചു, മകനെ നീ കുറച്ച് പണം എനിക്ക് തരണം. അപ്പനോട് അങ്ങേയറ്റം വെറുപ്പുണ്ടായിരുന്നു. ഞാൻ അപ്പനെ ആ കാര്യത്തിൽ യാതൊരു വിധത്തിലും സഹായിക്കാൻ ഞാൻ തയ്യാറായില്ല. കഷ്ടപ്പെട്ട് സ്ഥലവുമൊക്കെ വിറ്റ് ഓരോരുത്തരോട് കടവുമൊക്കെ വാങ്ങിച്ച് അപ്പൻ അനിയത്തിയുടെ വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹത്തിൽ ഞാൻ സംബന്ധിച്ചു എന്നുള്ളതല്ലാതെ മറ്റു യാതൊരു കാര്യത്തിലും ഞാൻ അത്രമാത്രം അപ്പൻ എന്ന വ്യക്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറിച്ചു കളഞ്ഞിരുന്നു. എനിക്ക് അങ്ങനൊരു വെറുപ്പായിരുന്നു. വിവാഹശേഷം മനപ്രയാസത്തോടെ ചങ്കുപൊട്ടി അപ്പൻ ഏതാണ്ട് ഒരാഴ്ചക്ക് കഴിഞ്ഞ് മസീവ് അറ്റാക്കോടെ മരിച്ചു. ഈ വിവരം അമ്മ എന്നെ അറിയിച്ചു. അന്നു മുതലാണ് എൻ്റെ മനസ്സിൽ കുറ്റബോധം തെളിഞ്ഞു വന്നത്. അമ്മ എപ്പോഴും പറയാമായിരുന്നു എൻ്റെ പ്രവൃത്തികളിൽ അപ്പൻ എപ്പോഴും ദുഃഖിച്ചിരുന്നുവെന്ന്. അപ്പനെ ഞാൻ അങ്ങേയറ്റം കഷ്ടപ്പെടുത്തി. അപ്പൻ എൻ്റെ ബാങ്കിൽ, എൻ്റെ അക്കൗണ്ടിൽ ധാരാളം പണമുണ്ടായിട്ടും അമ്മ അനിയത്തിയുടെ വിവാഹം നടത്തുവാനായിട്ട് യാചനാഭാവത്തിൽ എൻ്റെ മുമ്പിൽ വന്ന അപ്പനെ ഞാൻ അവഗണിക്കുകയാണ് ഉണ്ടായത്. അത്ര ഒരു 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 മാനുഷികമല്ലാത്ത രീതിയിൽ ഞാൻ പെരുമാറി, ക്രൂരമായിട്ട് അപ്പനോട് പെരുമാറി. അപ്പൻ പെട്ടെന്ന് മനസ്സ് പൊട്ടി, ചങ്ക് പൊട്ടി, ആശുപത്രിയിൽ മസീവ് അറ്റാക്കായിട്ട് മരിച്ചപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ആ ഒരു ന്യൂസ് എത്തിയപ്പോൾ ഞാൻ തകർന്നുപോയി. അപരാധ ബോധത്താൽ എപ്പോഴും ഞാൻ പണവുമായിട്ട് ഇടപഴകുമ്പോൾ, ഈ ശമ്പളം വാങ്ങിക്കുമ്പോഴൊക്കെ പെങ്ങളുടെ കാര്യത്തിനായിട്ട് പണവും യാചിച്ചു കൊണ്ടുവരുന്ന അപ്പൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സ്ട്രെസ്സാണ്. പെട്ടെന്ന് ഞാൻ തലകുഴഞ്ഞ് വീഴുകയാണ്. ഞാൻ വിവരങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം ഞാൻ ആ ചെറുപ്പക്കാരനെ കൗൺസിൽ ചെയ്തു. മനഃശാസ്ത്ര വിദഗ്ധൻ്റെ സഹായത്തോടെ ഞാൻ വളരെ ദിവസങ്ങൾ കൗൺസിൽ ചെയ്തു, പറഞ്ഞ് മനസ്സിലാക്കി. ചെയ്ത തെറ്റ് പൊറുക്കുവാൻ ദൈവം എന്ന ഒരു വ്യക്തി ഉണ്ടെന്നും നമ്മൾ ക്രിസ്ത്യാനികൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം നാം ചെയ്യുന്ന തെറ്റുകൾ തെറ്റാണെന്നറിഞ്ഞ് മനസ്താപപ്പെട്ട് ദൈവത്തോട് കണ്ണീരോടെ മനസ്സ് തുറന്ന് പറഞ്ഞാൽ ആ തെറ്റിൽ നിന്ന് നമുക്ക് വിമുക്തി ലഭിക്കുമെന്നും ആ തെറ്റ് സമ്പൂർണ്ണ മനസ്സോടെ ക്ഷമിക്കുവാനുള്ളൊരു ദൈവം അപ്പുറത്തിരിപ്പുണ്ടെന്നും ഉള്ള വിശ്വാസമുണ്ടെങ്കിൽ ഇത്തരം അപരാധബോധങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ പറ്റുമെന്ന് ഞാൻ ആ ചെറുപ്പക്കാരനെ പറഞ്ഞ് മനസ്സിലാക്കി. അവൻ ഞാൻ പറഞ്ഞതെല്ലാം അവൻ അപ്പാടെ മനസ്സോട് സർവാത്മന അവൻ മനസ്സിലാക്കി. അതോടൊപ്പം ചേർന്നു ഞാൻ അവനെ ആ ഒരു കുറ്റബോധത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ രക്ഷിക്കുവാൻ നടത്തിയ ഉദ്യമങ്ങളൊക്കെ വിജയിച്ചു. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും താങ്കൾ ചെയ്തത് അങ്ങേയറ്റം തെറ്റായ ഒന്നായിപ്പോയി. സ്വന്തം അപ്പൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞ്, അപ്പൻ തനിക്ക് വേണ്ടി, തൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവിച്ച അപ്പൻ്റെ പ്രയാസങ്ങൾ അറിഞ്ഞ് അതിനെതിരായി പ്രവർത്തിച്ച് തീർച്ചയായിട്ടും അനീതിയായിപ്പോയെന്നും വളരെ കഠിനതരമായ അപരാധമായിപ്പോയെന്നും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അത് തീർച്ചയായിട്ടും ക്ഷമാപണത്താൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണാമെന്നും ആ കുറ്റബോധം മനസ്സിൽ വെച്ച് ശിഷ്ടജീവിതം നശിപ്പിക്കരുതെന്നും ഞാൻ പറഞ്ഞു. എല്ലാം കാണുന്നവനും ക്ഷമിക്കുന്നവനുമായ ഒരു ദൈവം മുകളിലുണ്ടെന്നും ആ ദൈവത്തോട് തൻ്റെ കുറ്റമേറ്റു പറഞ്ഞ്, മനസ്താപത്തോടെ കുറ്റമേറ്റു പറഞ്ഞ് ആ ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ആ ഒരു ക്ഷമാപണത്തോടെ തുടർന്നുള്ള ജീവിതം നന്നായി തന്നെ ജീവിക്കണമെന്ന് ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. എൻ്റെ വാക്കുകൾ ആ ചെറുപ്പക്കാരൻ കേട്ടു. വ്യത്യാസങ്ങൾ വന്നു അയാളുടെ ജീവിതത്തിൽ. പിന്നീട് നല്ലൊരു ജീവിതം നയിക്കുവാൻ ആ ചെറുപ്പക്കാരന് സാധിച്ചു. പിന്നീട് ആ ചെറുപ്പക്കാരൻ കൊഴിഞ്ഞു വീണിട്ടില്ല, പേസ് മേക്കർ ആവശ്യം വന്നിട്ടില്ല. വളരെ നല്ലതായ രീതിയിൽ അച്ഛനോടുള്ള ആ ഒരു ഓർമ്മയിൽ അമ്മയോടൊപ്പം ദൈവ കൃപയാൽ ആ ഒരു ചെറുപ്പക്കാരൻ
തുടർന്നുള്ള ജീവിതം നന്നായി ജീവിച്ചു. ഒരിക്കലും പിന്നീട് ഒരു മോഹാലസ്യമോ കുഴഞ്ഞു വീഴലോ ഒന്നും ഉണ്ടായിട്ടില്ല. പേസ് മേക്കർ ആവശ്യം വന്നിട്ടില്ല. ആ ഉണ്ടായ പണം മുഴുവൻ ബാക്കിയുള്ള കാലം അമ്മയെയും അനിയത്തെയും ഒക്കെ സേവിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ജീവിച്ചു. പല രോഗങ്ങളുടെയും മൂലകാരണം ചാരം ചൂടിയ കനൽക്കട്ട പോലെ മനസ്സിൻ്റെ ഉപബോധ മണ്ഡലത്തിൽ കിടക്കുന്നുണ്ടാകും. തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വഴങ്ങാതിരുന്ന അപ്പനെ ചെറുപ്പം മുതൽ വെറുത്തു തുടങ്ങിയ മകൻ അതവസാനം അപ്പനോടുള്ള പകയായി മനസ്സിൽ വളരുന്നു. മകളെ കെട്ടിച്ചയക്കാൻ കഷ്ടപ്പെട്ട അപ്പനെ സഹോദര സഹായിക്കാമായിരുന്നിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്നു. കൈ നിറയെ പണമുണ്ടായിട്ടും അപ്പനോട് പക തീർക്കാൻ സ്വന്തം പെങ്ങളുടെ വിവാഹ സമയത്ത് പോലും സഹകരിക്കുന്നില്ല. അവസാനം മനംതൊന്ത് ചങ്ക് പൊട്ടി അപ്പം മരിച്ചപ്പോൾ അത് താൻ കാരണമാണെന്ന ചിന്ത ആ യുവാവിനെ വേട്ടയാടുകയാണ്. ആ അപരാധബോധം അയാളുടെ ഉപബോധ മനസ്സിൽ കിടന്ന് തിരയടിക്കുന്നു. ഓരോ മാസവും ഭീമമായ മാസശമ്പളം വാങ്ങിക്കുമ്പോൾ മകളുടെ വിവാഹത്തിനായി പണം യാചിക്കുന്ന അപ്പൻ്റെ മുഖം മുന്നിൽ തെളിഞ്ഞു വരുന്നു. ആ വ്യഥ സഹിക്കാനാവാതെ അയാൾ ബോധം കെട്ട് വീഴുന്നു. അപരാധബോധം മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് വിട്ടുമാറാത്ത പല രോഗങ്ങൾക്കും കാരണമായി ഭവിക്കും. നമ്മളെല്ലാം അരുതാത്തത് പലതും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് പലതും വിട്ട് കളയുകയും ചെയ്യുമായിരിക്കും. അവയെല്ലാം കനൽക്കട്ടകൾ പോലെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടി നിരന്തരം നമ്മെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ അന്തരംഗങ്ങളിലെ അപരാധബോധം എന്തു തന്നെയായാലും അവ ദൈവത്തിൻ്റെ സമക്ഷം സമർപ്പിക്കുവാൻ ഒരുമ്പെടണം. സമ്പൂർണമായ അനുതാപത്തോടെ ആവണമെന്ന് മാത്രം. ദൈവം എല്ലാം ക്ഷമിക്കുന്നവനാണ് എന്ന് നാം വിശ്വസിക്കണം. സുവിശേഷത്തിൻ്റെ മൗലിക സന്ദേശവും എല്ലാം ക്ഷമിക്കപ്പെടുമെന്നതാണല്ലോ. അവാച്യമായ ദൈവസ്നേഹത്താൽ നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും കഴുകി വെടിവാക്കപ്പെടും. പൂർണ്ണ മനസ്സോടെ ദൈവത്തിന് മുമ്പിൽ നാം തല കുനിക്കണമെന്ന് മാത്രം. എന്നാൽ ദൈവം ക്ഷമിച്ചാലും നമ്മുടെ തെറ്റുകൾ നാം തന്നെ നമ്മോട് ക്ഷമിക്കുകയില്ല. നമ്മുടെ ഉപബോധ മനസ്സിലെ കുറ്റബോധം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതോടൊപ്പം നാം നമ്മോട് തന്നെ നമ്മുടെ അപരാധങ്ങൾ ക്ഷമിക്കുക കൂടി വേണം.